ഫിസിക്സ് ആണ് കേട്ടാ. സാറിനെ പരിചയമില്ലാത്തവർ ഉണ്ടോ ഉണ്ടാവുമായിരിക്കും കേട്ടാ. സാറിന്റെ പേര് വിഷ്ണു എന്നാണ്. അപ്പോൾ നമ്മൾ ഫിസിക്സ് ആണ് എടുക്കാൻ പോകുന്നത്. ഫിസിക്സ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. യെസ്, ഫിസിക്സിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കൊരു 14-15 ചാപ്റ്ററോളം ഉണ്ട് ശരിക്കും +1 കേട്ടോ. അപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ് കണ്ടുവന്നത് പോലെയല്ല, 15 ചാപ്റ്ററോളം ഫിസിക്സിനുണ്ട്. അത്യാവശ്യം പഠിക്കാനുണ്ട്. അപ്പോൾ 10ാം ക്ലാസ്സിലെ മാർക്ക് എന്ന് പറയുന്നത് വലിയ ഒരു ഫാക്ടർ അല്ല കേട്ടോ. സാറ് പറയാണ്, വലിയൊരു ഫാക്ടർ അല്ല. മാർക്കുള്ളവരും മാർക്കില്ലാത്തവരും എന്ത് ചെയ്യരുത്, യാതൊരു വിധത്തിലുള്ള വിഷമോ സന്തോഷമോ പറയരുത്. മാർക്കുള്ളവർ അമിതമായി സന്തോഷിക്കരുത്, മാർക്കില്ലാത്തവർ അമിതമായി വിഷമിക്കരുത്. കാരണം 10ാം ക്ലാസ്സിലെ മാർക്ക് കൊണ്ട് ലൈഫിൽ യാതൊരുവിധ അച്ചീവ്മെന്റും ഇല്ല കേട്ടോ. ലൈഫിൽ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു മാർക്കാണ് 10ാം ക്ലാസ് മാർക്ക് എന്ന് പറയുന്നത്. അതായത് ആകെ കൂടിയുള്ള ഒരു കാര്യം, ഫോട്ടോ വെച്ച് നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു സംഭവം കിട്ടും, എന്ത് സർട്ടിഫിക്കറ്റ് കിട്ടും കേട്ടോ. അതാണ് നിങ്ങൾക്ക് 10ാം ക്ലാസ് കൊണ്ടുള്ള ആകെ ഒരു ഗുണം. ഒരു ഐഡന്റിറ്റി മാർക്കായിട്ട് നമുക്കത് യൂസ് ചെയ്യാം. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതാണ് യൂസ് ചെയ്യാം കേട്ടോ. അത്രേ ഉള്ളൂ അതുകൊണ്ടുള്ള ഉപയോഗം. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന സമയത്ത് 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ആവശ്യം വരും. പക്ഷേ +1 +2 അങ്ങനെയല്ല കേട്ടോ. +1 +2 അങ്ങനെയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ ലൈഫ് ടേണിംഗ് പോയിന്റ് ആണ് +1 +2. +1 +2 ഒരു ഹൈവേ ആണ്. അതിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടേക്ക് വേണമെങ്കിലും തിരിഞ്ഞു പോവാം. അതാണ് ഈ +1 +2, പ്രത്യേകിച്ച് സയൻസ് ബാച്ചിന്റെ പ്രത്യേകത. ഏത് സ്ട്രീമിലേക്ക് വേണമെങ്കിലും തിരിഞ്ഞു പോകാനുള്ള ഒരു വകുപ്പുണ്ട്, അക്കോർഡിംഗ് ടു യുവർ മാർക്ക് കേട്ടാ. നിങ്ങളുടെ മാർക്കിനനുസരിച്ച് തിരിഞ്ഞു പോകാനുള്ള ഒരു സംഭവമുണ്ട്. നിങ്ങളുടെ മാർക്കിനനുസരിച്ച് +1 +2 നിങ്ങൾ സ്കോർ ചെയ്യുന്നതനുസരിച്ചും നിങ്ങളുടെ പെർഫോമൻസിനനുസരിച്ചും നിങ്ങൾക്ക് ഏത് സെക്ഷൻ വേണമെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള അവകാശം അല്ലെങ്കിൽ ഇതുണ്ട്. അപ്പോൾ ഒരു പരിധി വരെ നിങ്ങളുടെ ലൈഫ് എന്തായിരിക്കണം എന്ന് നമ്മൾ നിർണ്ണയിക്കുന്ന സംഭവമാണ് +1 +2 കേട്ടോ. ലൈഫ് നിങ്ങൾ ലൈഫിൽ എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് +1 +2 മാർക്ക് വെച്ച് ഏകദേശം നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഓക്കെ, സാറ് പറഞ്ഞ് മനസ്സിലായില്ലേ? അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരുന്ന് പഠിക്കണം. ക്ലിയർ ആയോ? വളരെ മികച്ച രീതിയിൽ എന്ത് ചെയ്യണം, ഇരുന്ന് പഠിക്കണം. ഓക്കെ, യെസ്, അതാണ് നമ്മൾ ആകെ കൂടി ചെയ്യേണ്ട ഒരു കാര്യം. അപ്പൊ 10ാം ക്ലാസ് ഒക്കെ മറന്നു കളയുക, +1 +2 വളരെ ഫ്രഷ് ആയി തുടങ്ങുക, അതിരുന്ന് പഠിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പൊ സാറ് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോകുന്നു. അധികം പിന്നെ നമുക്ക് വഴിയെ പരിചയപ്പെടാം, വഴിയെ സംസാരിക്കാം, കാര്യങ്ങളൊക്കെ പറയാം. സോ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് സാറ് കിടക്കുന്നു. എല്ലാവരുടെ കയ്യിലും ബുക്ക് ഉണ്ടെന്ന് വിചാരിക്കുന്നു. ആ ബുക്കിൽ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് എഴുതി വെക്കുക, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്. ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്. കാണുന്നുണ്ടല്ലോ അല്ലെ? കാണുന്നുണ്ടല്ലോ? എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വീഡിയോയ്ക്കോ ഓഡിയോയ്ക്കോ ഒന്നും ഇല്ലല്ലോ? യെസ്, അപ്പൊ കാണുന്നുണ്ട്. സോ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ഈസ് അവർ ഫസ്റ്റ് ചാപ്റ്റർ. യെസ്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്. ഓക്കെ, യെസ്, പറയട്ടെ സാറ്? എഴുതി വെച്ചല്ലേ? സാറ് പറയാം. ഓക്കെ, നമുക്ക് ആദ്യം ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണെന്ന് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന ടോപ്പിക് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ്. മക്കളെ എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ? യെസ്. എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണെന്ന് നിങ്ങളോട് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ, ക്വാണ്ടിറ്റീസ് ദാറ്റ് ഹാസ് ടു ബി മെഷർഡ്, അതായത് മെഷർ ചെയ്യാൻ സാധിക്കുന്ന, അതായത് അളന്നെടുക്കാൻ സാധിക്കുന്ന എന്തിനേയും നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കാം. വളരെ സിമ്പിൾ ആണ് സാറ് പറഞ്ഞത്. മെഷർ ചെയ്യാൻ സാധിക്കുന്ന ഏതൊരു സാധനവും ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ക്ലിയർ ആയോ? അളന്നെടുക്കാൻ സാധിക്കുന്ന എന്തും ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അതിനെയാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ് പഠിക്കുക. അപ്പൊ എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, എന്താ? ക്വാണ്ടിറ്റി ദാറ്റ് വിച്ച് ഹാസ് ടു ബി മെഷർഡ്, അല്ലെങ്കിൽ ദാറ്റ് ക്യാൻ ബി മെഷർഡ്. ഓക്കെ, അതായത് മെഷർ ചെയ്യാൻ, അളക്കാൻ കഴിയുന്ന ക്വാണ്ടിറ്റികളെ നമ്മൾ എന്ത് വിളിക്കാം മക്കളെ? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കാം. ഇപ്പൊ എക്സാമ്പിൾ സാറിനോട് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ സാറിന് എന്ത് വേണമെങ്കിലും പറയാം. ലെങ്ത് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കില്ലേ?
ലെങ്ത് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കില്ലേ? വേഗം വേഗം പറയണട്ടാ, സാറ് പറയണതിന് ലെങ്ത് മെഷർ ചെയ്യാൻ സാധിക്കുമോ? ഉണ്ട്. അപ്പൊ ലെങ്ത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് അല്ലെ? ലെങ്ത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി. മാസ് മെഷർ ചെയ്യാം, മാസ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാ. ടൈം മെഷർ ചെയ്യാം, ടൈം ഫിസിക്കൽ ക്വാണ്ടിറ്റിയാ. ഏരിയ മെഷർ ചെയ്യാം, ഫിസിക്കൽ ക്വാണ്ടിറ്റിയാ. വോള്യം മെഷർ ചെയ്യാം, ഫിസിക്കൽ ക്വാണ്ടിറ്റിയാ. അല്ലെ? ടെമ്പറേച്ചർ, കറണ്ട്, വോൾട്ടേജ് എന്തു മെഷർ ചെയ്യാം. മെഷർ ചെയ്യാൻ കഴിവുള്ള എന്തിനേയും ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കാം. ഓക്കെ, ക്ലിയർ ആയില്ലേ മക്കളെ? ക്ലിയർ ആയില്ലേ? ആർക്കെങ്കിലും ഞാൻ ഇതിൽ സംശയം ഉണ്ടോ? മെഷർ ചെയ്യാൻ കഴിവുള്ള എന്തിനേയും ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കാം. ഇനി ചില കാര്യങ്ങൾ മെഷർ ചെയ്യാൻ പറ്റില്ല, ചില കാര്യങ്ങൾ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഉദാഹരണത്തിന് പറയണെങ്കിൽ സൗന്ദര്യം മെഷർ ചെയ്യാൻ പറ്റുന്നതായിട്ട് നിങ്ങൾ വല്ലയിടത്തും കേട്ടിട്ടുണ്ടോ? സൗന്ദര്യം മെഷർ ചെയ്യാൻ പറ്റുന്നതായിട്ട് നിങ്ങൾ വല്ലയിടത്തും കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ സൗന്ദര്യത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മക്കളെ? മെഷർ ചെയ്യാൻ. യെസ് എന്നാ കേട്ടിട്ടുണ്ടോ? അത് ഈ സൗന്ദര്യം. പ്രണവേ നീ സൗന്ദര്യം മെഷർ ചെയ്യാറുണ്ടോ? അത് എനിക്ക് ഭീകരമായിട്ടുള്ളൊരു അറിവാണല്ലോ. സൗന്ദര്യം മെഷർ ചെയ്യാ ഇല്ല. യെസ്. അപ്പോ സൗന്ദര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മെഷർ ചെയ്യാൻ പറ്റില്ല. കമ്പയർ ചെയ്ത് പറയാം. ഇപ്പൊ നിങ്ങളെക്കാൾ ഞാൻ സുന്ദരനാണെന്ന് പറയാം, കമ്പാരിസൺ. അത് സ്വാഭാവികമായിട്ടും അങ്ങനെയായിരിക്കും. നിങ്ങളെക്കാൾ ഞാൻ എന്താണ് വളരെയധികം ബ്യൂട്ടിഫുൾ ആണ് എന്ന് പറയാം കേട്ടാ. അപ്പോ കമ്പയർ ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും? ഇല്ല. ഒരാളുടെ ബുദ്ധി, ഇന്റലിജൻസ് മെഷർ ചെയ്യാൻ പറ്റും മക്കളെ? ഇന്റലിജൻസ് മെഷർ ചെയ്യാൻ പറ്റും? ഒരാളെ ഇത്രമാത്രം ബുദ്ധിയാണെന്ന് ഏതെങ്കിലും ഒരു യൂണിറ്റ് വെച്ച് നമുക്ക് പറയാൻ പറ്റൂടാ? പറ്റുമോ? ഇല്ല. അപ്പൊ ചില കാര്യങ്ങൾ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല, ചില കാര്യങ്ങൾ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. മെഷർ ചെയ്യാൻ പറ്റുന്നവരെ നമ്മൾ എന്ത് വിളിക്കും? ഫിസിക്കൽ ക്വാണ്ടിറ്റി വിളിക്കും. ക്ലിയർ ആയോ സാറ് പറഞ്ഞത്? ആർക്കെങ്കിലും സംശയമുണ്ടോ? സംശയത്തിന്റെ എന്തെങ്കിലും ഒരു തരി ബാക്കിലുണ്ടോ? ഉണ്ടാ? സംശയം ഉണ്ടോ? ഇല്ല. അപ്പൊ എന്താണ് നമുക്ക് എഴുതാം? എന്താണ് നിങ്ങൾ എഴുതിക്കൊള്ളൂട്ടാ. ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? ക്വാണ്ടിറ്റി ദാറ്റ് ക്യാൻ ബി മെഷർഡ്. ക്വാണ്ടിറ്റി ദാറ്റ് ക്യാൻ ബി മെഷർഡ്, അതായത് അളന്നെടുക്കാൻ കഴിവുള്ളവരെ നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കാം. ക്ലിയർ ആയില്ലേ? എഴുതിച്ചില്ലേ? അളന്നെടുക്കാൻ കഴിവുള്ളവരെ നമുക്ക് എന്ത് വിളിക്കാം? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കാം. ഓക്കെ, യെസ്. അടുത്ത് പറയട്ടെ സാറേ? അടുത്ത് പറയട്ടെ? യെസ്. അടുത്തത് ഇതാണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ടു. ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതില് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, ഒരു ക്ലാസിഫിക്കേഷൻ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, ആൻഡ് അടുത്ത ക്ലാസിഫിക്കേഷൻ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. സോ ഫിസിക്കൽ ക്വാണ്ടിറ്റി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ടു, ഫണ്ടമെന്റൽ ആൻഡ് ഡിറൈവ്ഡ്. ഓക്കെ, അപ്പോൾ എഴുതി വെക്കും മക്കളെ. ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആൻഡ് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഓക്കെ, എഴുതിയോ? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എഴുതിയാ പറഞ്ഞാൽ സാറ് പറഞ്ഞുതരാം അതെന്താ. യെസ്, എഴുതി. അപ്പോ നമുക്ക് നോക്കാം. യെസ് തുടങ്ങാം. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ് സാർ ആദ്യം പറയാൻ പോണേ. നമ്മള് +1 ഫസ്റ്റ് ക്ലാസ്സിലാണ് ഇരിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ്സിലിരിക്കുന്നത് നമ്മൾ ഇവിടെ വെച്ച് ഒരു ശപഥം എടുക്കുകയാണ്, ഒരു പ്ലഡ്ജ് ചെയ്യുകയാണ്. ഫിസിക്സ് നമ്മൾ ബൈ ഹാർട്ട് പഠിക്കുന്നില്ല കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഒരു ചെറിയൊരു പ്ലഡ്ജ് ചെയ്യണേ. ഫിസിക്സ് നമ്മൾ ബൈ ഹാർട്ട് പഠിക്കുന്നില്ല, പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ക്ലിയർ ആയോ? ഫിസിക്സ് നമ്മൾ പഠിപ്പിക്കില്ല, ബൈ ഹാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ. ഇങ്ങനെ നിങ്ങൾ നോക്കുക, നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുന്നില്ല. ഇതാണ് വരാൻ പോണേ. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ് നമ്മുടെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. ഫണ്ടമെന്റൽ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അറിയുന്നവർ എത്ര പേരുടെ ഉള്ളിൽ? ഫണ്ടമെന്റൽ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അറിയുന്നവർ പറഞ്ഞേ. ഫണ്ടമെന്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കിന്റെ അർത്ഥം എന്താണ്? ആർക്കും അറിയില്ല. യെസ് ഫണ്ടമെന്റൽ എന്ന് പറഞ്ഞാൽ പ്രണവ് പറഞ്ഞിരിക്കുന്നു ബേസിക് ആണെന്ന് പറഞ്ഞിരിക്കുന്നു. ഫണ്ടമെന്റൽ നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ. അതിപ്പോ നമ്മൾ കമ്പ്യൂട്ടർ ഒക്കെ പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അവർ ആദ്യം പറയാം ഫണ്ടമെന്റൽസ് പഠിക്കാനാ പറയാം അല്ലെ? നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? കമ്പ്യൂട്ടർ പഠിക്കാൻ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം. ഫണ്ടമെന്റൽസ് പഠിക്കാൻ പറയും. ഈ ഫണ്ടമെന്റൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മക്കളെ? ബേസിക് എന്നാണ് അർത്ഥം. ബേസിക് അല്ലെങ്കിൽ സിമ്പിൾ എന്നാണ് അർത്ഥം. അപ്പൊ എല്ലാവർക്കും കിട്ടിയില്ലേ? ഫണ്ടമെന്റൽ എന്ന് പറഞ്ഞാൽ സിമ്പിൾ എന്നർത്ഥം അല്ലെങ്കിൽ ബേസിക് എന്നർത്ഥം. ക്ലിയർ ആയോ? സാറ് പറഞ്ഞ അർത്ഥം പറഞ്ഞത് ക്ലിയർ ആയില്ലേ മക്കളെ? ഫണ്ടമെന്റൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബേസിക് ആണ് അല്ലെങ്കിൽ സിമ്പിൾ ആണ് അർത്ഥം. അപ്പൊ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? സിമ്പിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റികളെയാണ് നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുക. അതായത് ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റികളെ നമ്മൾ എന്ത് വിളിക്കുക?
ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കാം. അതായത് ഫിസിക്സിലെ ചില ക്വാണ്ടിറ്റികൾ ഫിസിക്സിലെ വളരെ സിമ്പിൾ ആയിരിക്കും. ഈ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫിസിക്സിലെ ക്വാണ്ടിറ്റികളെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾ. ഈ സിമ്പിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റികളെ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ മക്കളെ. സിമ്പിൾ ആണ് ഓൾറെഡി ആ ക്വാണ്ടിറ്റികൾ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റികളെ നമ്മൾ എന്ത് വിളിക്കുക? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കാം. ഈ സിമ്പിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റികളെ നമുക്ക് വീണ്ടും സിമ്പിൾ ആക്കി മാറ്റാൻ പറ്റൂ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. സിമ്പിളായി ഓൾറെഡി നിൽക്കുന്ന ക്വാണ്ടിറ്റികളെ നിങ്ങളോട് വീണ്ടും സിമ്പിൾ ആക്കി മാറ്റാൻ പറ്റൂടാ? പറ്റൂ? ആലോചിച്ച് പറ. സിമ്പിൾ ആണ് അവര് വളരെ സിമ്പിൾ ആണ്. ഇനിയും അവരോട് സിമ്പിൾ ആവാൻ പറയാൻ പറ്റുമോ നമുക്ക് പറ്റുമോ? സിമ്പിളായ ക്വാണ്ടിറ്റികളെ നമുക്ക് വീണ്ടും സിമ്പിൾ ആക്കി മാറ്റി പറയാൻ പറ്റുമോ? രണ്ടുപേരെ പറഞ്ഞോളൂട്ടാ, സാറിന് എല്ലാവരും പറയണം. യെസ്, പറ്റോ? ഇല്ല. അപ്പോ സിമ്പിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റികളുടെ പ്രത്യേകത എന്താ? അവര് ഓൾറെഡി സിമ്പിൾ ആണ്. അവരെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റില്ല മക്കളെ? സിമ്പിൾ ആക്കി മാറ്റാൻ പറ്റില്ല. ക്ലിയർ ആയോ? അത്തരം ക്വാണ്ടിറ്റികളെ നമ്മൾ എന്ത് വിളിക്കുക? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുക. അപ്പൊ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് ഓടിയെത്തേണ്ടത് അത്തരം ക്വാണ്ടിറ്റികൾ വളരെ സിമ്പിൾ ആണ്, അല്ലെങ്കിൽ അത്തരം ക്വാണ്ടിറ്റികൾ വളരെ ബേസിക് ആണ്. അവർ സിമ്പിൾ ആയത് കൊണ്ട് നമുക്ക് വീണ്ടും അവരെ എന്ത് ചെയ്യാൻ പറ്റില്ല? സിമ്പിൾ ആക്കി വീണ്ടും മാറ്റി പറയാൻ പറ്റില്ല. അത്തരം സിമ്പിൾ ആക്കി വീണ്ടും പറയാൻ പറ്റാത്തവരെ എന്തുകൊണ്ട് അവരെ വീണ്ടും സിമ്പിൾ ആക്കി പറയാൻ പറ്റാതിരിക്കണേ? അവർ ഓൾറെഡി സിമ്പിൾ ആയതുകൊണ്ട്, അവര് വളരെ സിമ്പിൾ ആയ കാരണം കൊണ്ട് അവരെ നമുക്ക് വീണ്ടും സിമ്പിൾ ആക്കി എന്ത് ചെയ്യാൻ പറ്റില്ല? വീണ്ടും സിമ്പിൾ ആക്കി കുറച്ചുകൂടി സിമ്പിൾ ആക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവർ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റികളാണ്. അവര് നമ്മൾ പറയുന്ന പേരാണ് മക്കളെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. അവരെ നമ്മൾ പറയുന്ന പേരാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. സാർ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിക്കോളും. സാർ എക്സാമ്പിൾ പറയട്ടെ. ടൈം. സാർ ഒരു എക്സാമ്പിൾ പറയണ ടൈം. നിങ്ങളുടെ വീട്ടിലുള്ള അനിയനോ അല്ലെങ്കിൽ ചേട്ടനോ ചേച്ചിമാർക്കോ ആർക്കെങ്കിലും ടൈം എന്താണെന്നൊന്ന് സിമ്പിളാക്കി പറഞ്ഞു കൊടുത്തേ. നിങ്ങൾ ടൈം എന്താണെന്നൊന്ന് സിമ്പിളാക്കി പറഞ്ഞു തരാൻ നിങ്ങൾ എന്നോട് പറഞ്ഞേ. ടൈം എന്താണെന്ന് നിങ്ങൾ വീണ്ടും ഒന്ന് സിമ്പിളാക്കി പറഞ്ഞടാ. ആർക്കെങ്കിലും ആ ചലഞ്ച് ഏറ്റെടുക്കാണ്ട ടൈമിനെ സിമ്പിൾ ആക്കി പറയാൻ കഴിവുള്ളവരിവിടെ ഉണ്ടോ? പറ. ടൈമിനെ സിമ്പിൾ ആക്കി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്റെ ചോദ്യത. ടൈമിനെ നിങ്ങളൊന്ന് സിമ്പിൾ ആക്കി പറഞ്ഞേ. ഞാനൊന്ന് വെയിറ്റ് ചെയ്യാം. ടൈം ഈക്വൽ ടു എന്ന് പറഞ്ഞ് നിങ്ങളൊരു സിമ്പിൾ ഇക്വേഷൻ ഉണ്ടാക്ക്. ടൈം ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു സിമ്പിൾ ഇക്വേഷൻ ഉണ്ടാക്കി പറ. പറ്റണ്ടാ നിങ്ങൾക്ക്? പറ്റൂടാ. ഞാൻ ചോദിക്കണതിന് ആൻസർ പറ. പറ്റുമോ? ടൈമിനെ സിമ്പിൾ ആക്കി നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റോ? ഇല്ല. കാരണം ടൈം എന്താണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഗതികേട് നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നിട്ടുണ്ടാവും. നിങ്ങളുടെ ലൈഫില് നിങ്ങളെ ഇത്രയും കൊല്ലായാലോ 15 വയസ്സായാലോ ഈ 15 വയസ്സിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരാൾക്ക് ടൈം ഈക്വൽ ടു എന്ന് പറഞ്ഞ് സിമ്പിൾ ആക്കി മനസ്സിലാക്കി കൊടുക്കേണ്ട ഗതികേട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? നിങ്ങളോട് ഞാൻ ചോദിക്കണം, ഓപ്പൺ ആയിട്ട് ചോദിക്കണം. നിങ്ങൾ അങ്ങനെ ടൈം ഈക്വൽ ടു എന്ന് സിമ്പിൾ ആക്കി കൊടുത്തിട്ടുണ്ടോ വല്ലവർക്കും? ഉണ്ടാ? ഇല്ല. അങ്ങനെ ഒരു ആവശ്യം അവിടെ വരികയേ ഇല്ല. കാരണം എന്തുകൊണ്ടാ നിങ്ങൾ എന്തുകൊണ്ടാ ടൈമിനെ സിമ്പിൾ ആക്കി കൊടുക്കാൻ പറ്റാതിരിക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ടൈമിനെ സിമ്പിൾ ആക്കി കൊടുക്കാൻ പറ്റാതിരിക്കണേ? കാരണം ഓൾറെഡി ടൈം എന്താ? നമ്മൾ എന്തുകൊണ്ടാ ടൈമിനെ വീണ്ടും സിമ്പിൾ ആക്കി മാറ്റാൻ ശ്രമിക്കാതിരിക്കണേ? നമ്മൾ എന്തിനാ ടൈമിനെ വീണ്ടും സിമ്പിൾ ആക്കി മാറ്റാതിരിക്കാൻ ശ്രമിക്കണേ? അത് സിമ്പിൾ ആയാറുണ്ടാ? ക്ലിയർ ആയില്ലേ സാർ പറഞ്ഞത്? അത് സിമ്പിൾ ആയാറുണ്ടാ? ക്ലിയർ ആയോ? ലെങ്ത്. അടുത്തൊരു ക്വാണ്ടിറ്റി സാർ പറഞ്ഞുതരാം. ലെങ്ത്തിനെ ഒന്ന് സിമ്പിൾ ആക്കി ഒന്ന് പറഞ്ഞേ. ലെങ്ത്തിനെ ഒന്ന് സിമ്പിൾ ആക്കി പറഞ്ഞ മക്കളെ. പറയേ. ലെങ്ത്തിനെ ഒന്ന് സിമ്പിൾ ആക്കി സാറിനോട് എക്സ്പ്ലെയിൻ ചെയ്ത് കാട്ടും. പറ്റുമോ നിങ്ങൾക്ക്? പറ്റുമോ? ഇല്ല. കാരണം എന്താ? ലെങ്ത് ഓൾറെഡി പറ. ലെങ്ത് ഓൾറെഡി സിമ്പിൾ ആണ്. അത് കാരണം കൊണ്ട് നമുക്ക് വീണ്ടും സിമ്പിൾ ആക്കി മാറ്റാൻ പറ്റില്ല. അപ്പൊ ഫിസിക്സിലെ ചില ക്വാണ്ടിറ്റികൾ വളരെ ബേസിക് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റികളാണ്. അവർ സിമ്പിൾ ആയത് കൊണ്ട് നമുക്ക് അവരെ വീണ്ടും എന്ത് ചെയ്യാൻ പറ്റില്ല? സിമ്പിൾ ആക്കി മാറ്റാൻ
പറ്റില്ല. സാറ് പറഞ്ഞത് മനസ്സിലായോ? സാറ് പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി അല്ലേ? മനസ്സിലായി. ഓക്കെ, അത്തരം ക്വാണ്ടിറ്റികളെ നമ്മൾ വിളിക്കാം മക്കളെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾ എന്ന് വിളിക്കുക. അത്തരം ക്വാണ്ടിറ്റികളാണ് നമ്മൾ വിളിക്കുക ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികൾ. ഓക്കെ, സാർ എഴുതാൻ പോകട്ടോ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഡെഫിനിഷൻ എഴുതാൻ പോകണം സാറ്. ക്വാണ്ടിറ്റീസ് that cannot be expressed in simpler forms. Quantities that cannot be expressed in, that cannot be കഴിയില്ല എന്നാണ് പറയുന്നത് കേട്ടോ. That cannot be expressed in simpler forms. സിമ്പിൾ ആക്കി എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ട് കഴിയില്ല? പറ, അത് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഈ ക്വാണ്ടിറ്റികളെ സിമ്പിൾ ആക്കി മാറ്റാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? ഈ ക്വാണ്ടിറ്റികളെ സിമ്പിൾ ആക്കി മാറ്റാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? ബിക്കോസ് ഇറ്റ് ഈസ് ഓൾറെഡി അവർ ഓൾറെഡി എന്തിലാണ്? അയ്യോ, അവർ ഓൾറെഡി സിമ്പിൾ ആണ്. യെസ്, സോ ക്വാണ്ടിറ്റീസ് ദാറ്റ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ സിംപ്ലർ ഫോം ബിക്കോസ് ഇറ്റ് ഈസ് ഓൾറെഡി സിമ്പിൾ. ഇറ്റ് ഈസ് ഓൾറെഡി ഇൻ സിംപ്ലർ ഫോംസ് അല്ലേ? യെസ്, അത്തരം ക്വാണ്ടിറ്റികളെ സാർ എന്ത് വിളിക്കുക? ഫണ്ടമെന്റൽ. ഡൗട്ട് ഉണ്ടോ മക്കളെ? ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? എനിബഡി? ഏതെങ്കിലും ഒരു കുട്ടിക്ക് സംശയത്തിന്റെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ? ഉണ്ടോ? ഇല്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? ദാറ്റ് ഈസ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. എക്സാമ്പിൾ എന്താ എഴുതണ്ടേ സാറ്? എക്സാമ്പിൾ നമ്മളിപ്പോ 2 എക്സാമ്പിൾ പറഞ്ഞു. ലെങ്ത് പറഞ്ഞു, ടൈം പറഞ്ഞു. മാസ് എഴുതി വെക്കാം. മാസ്, ലെങ്ത്, ടൈം എക്സെട്ര അങ്ങനെ പോട്ടെ. മാസ്, ലെങ്ത്, ടൈം അങ്ങനെ പോട്ടെ. ഓക്കെ, അവരൊക്കെ സിമ്പിൾ ആണ്. ഓക്കെ, ശരിയല്ലേ? ഓക്കെടാ, ക്ലിയർ? ഓക്കെ, ഇനി അടുത്തത് എന്താ മക്കളെ? അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഡിറൈവ്ഡ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഓൾറെഡി അതിന് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. എന്താണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി? നിങ്ങൾക്ക് ഓൾറെഡി അത് പറയാനുള്ള അറിവ് കിട്ടിയിട്ടുണ്ടാവും. ഒരാൾ ഫണ്ടമെന്റലാ, മറ്റാൾ ഡിറൈവ്ഡാ. അപ്പൊ ഡിറൈവ്ഡ് എന്തല്ല? നിങ്ങളൊന്ന് ആലോചിച്ച് പറ. യൂസ് യുവർ ബ്രെയിൻ, തലച്ചോറ് ആലോചിക്കും. ഡിറൈവ്ഡ് എന്തല്ല? സിമ്പിൾ ആയിരിക്കില്ല. അവര് സിമ്പിൾ ആയിരിക്കില്ല, അത്രേ ഉള്ളൂ. ഡിറൈവ്ഡ് സിമ്പിൾ അല്ല. അപ്പൊ അവരെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? സിമ്പിൾ അല്ലാത്തവരെ നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റും? സിമ്പിൾ അല്ലാത്തവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റും? പറ. സിമ്പിൾ അല്ലാത്തവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടും സിമ്പിൾ ആക്കി മാറ്റാൻ പറ്റും അല്ലെ? വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിൾ ആക്കി മാറ്റാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഓൾറെഡി എന്തല്ല? സിമ്പിൾ അല്ല. മക്കളെ? സിമ്പിൾ അല്ല. അവരെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? സിമ്പിൾ ആക്കി റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ക്ലിയർ ആയോ സാറ് പറഞ്ഞത്? യെസ്. ഉദാഹരണം സാറ് പറഞ്ഞുതരാം. ഉദാഹരണം, സ്പീഡ് ഒന്ന് പറഞ്ഞേ. സ്പീഡ് പറ. സ്പീഡ്. സാറ് ഒരു കാര്യം പറഞ്ഞു. സ്പീഡ് എന്താണെന്ന് അറിയാത്തൊരു കുട്ടിക്ക് നിങ്ങൾ എന്ത് പറഞ്ഞു കൊടുക്കുക? സ്പീഡ് എന്താണെന്ന് അറിയാത്തൊരു കുട്ടി വന്നു എന്നിരിക്കുക. സ്പീഡ്. ഇപ്പൊ സ്പീഡ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. സ്പീഡിനെ നമ്മൾ സിമ്പിൾ ആക്കി പറഞ്ഞു കൊടുക്കാൻ പറ്റും. എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലെ? സ്പീഡിനെ നമ്മൾ സിമ്പിൾ ആക്കി പറഞ്ഞു. എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം. ശരിയല്ല? നമ്മൾ പഠിച്ചിട്ടുള്ള എക്സാമ്പിളുകളാ സാറ് പറഞ്ഞുകൊണ്ടിരിക്കണേ. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറഞ്ഞു കൊടുത്തൂടെ? അപ്പൊ സ്പീഡ് അറിയാത്തൊരു കുട്ടിയോട് നമുക്ക് സ്പീഡിനെ സിമ്പിൾ ആക്കി പറഞ്ഞു കൊടുക്കാൻ പറ്റും. മക്കളെ, സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഓക്കെ. ഫോഴ്സ് എന്താണെന്ന് അറിയാത്തൊരു കുട്ടിക്ക് നമുക്ക് സിമ്പിൾ ആക്കി പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലേ? ഫോഴ്സ് എന്താണെന്ന് അറിയാത്തൊരു കുട്ടിക്ക് നമുക്ക് സിമ്പിൾ ആക്കി പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലേ? യെസ്. ഫോഴ്സ് F ഈക്വൽ ടു M into A. ആക്സിലറേഷൻ എന്താണെന്ന് അറിയാത്തൊരു കുട്ടിക്ക് നമുക്ക് സിമ്പിൾ ആക്കി പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലേ? ആക്സിലറേഷൻ എന്താണെന്ന് അറിയാത്തൊരു കുട്ടിക്ക് നമുക്ക് സിമ്പിൾ ആക്കി പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലേ? എന്താണ് ആക്സിലറേഷൻ എന്ന് ഒന്ന് പറഞ്ഞേ. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു എന്താന്ന് പറഞ്ഞേ? അയ്യോ, ആരോടാ പറയണേ സാറ്? ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു പഠിച്ചിട്ടുണ്ടാ? അങ്ങനെയൊന്നും ചോദിക്കരുത് സാർ. പഠിച്ചിട്ടൊന്നും ചോദിക്കരുത് സാർ. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ പറയാനുണ്ടോ വല്ലവർക്കും? ആർക്കെങ്കിലും ഇക്വേഷൻ പറയാനുണ്ടോ? ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു എന്ന് എല്ലാവർക്കും ഉണ്ടോ? ഇല്ല. ഇക്വേഷനിലെ
അത് ആക്സിലറേഷൻ അല്ല, അത് വെലോസിറ്റി ആണ്. പ്രണവേ, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം വെലോസിറ്റി അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം സ്പീഡ്. ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. കേട്ടിട്ടുണ്ടോ അങ്ങനെ സാധനം? ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്ന് കേട്ടിട്ടുണ്ടാവണല്ലോ. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. കേട്ടിട്ടുണ്ടോ? ആ കേട്ടാ മതി, അവിടെ കേട്ടിരുന്നാ മതിയിട്ട് എല്ലാവരും. ഏതാ? യെസ്, എല്ലാവരും കേട്ടിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. അപ്പൊ ചില ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്ക് സിമ്പിൾ ആക്കി റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സ്പീഡ് നമ്മൾ സിമ്പിൾ ആക്കി ഡിസ്റ്റൻസ് ബൈ ടൈം, വെലോസിറ്റി നമ്മൾ സിമ്പിൾ ആക്കി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, ആക്സലറേഷൻ നമ്മൾ സിമ്പിൾ ആക്കി ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം, ഫോഴ്സ് നമ്മൾ സിമ്പിൾ ആക്കി മാസ് ഇൻടു ആക്സലറേഷൻ, വർക്ക് നമ്മൾ സിമ്പിൾ ആക്കി പറയാം ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്. അതൊക്കെ പഠിച്ചിട്ടുള്ളതാ. ഈ പറയുന്ന എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള, വർക്കൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാ. വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ചില ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? സിമ്പിൾ ആക്കി മാറ്റാൻ എവിടെ മാറ്റാൻ പറ്റും. യെസ്, മാറ്റാൻ പറ്റും. അവരെ നമ്മൾ എന്ത് വിളിക്കണേ? മാറ്റാൻ പറ്റുന്നവരെ എന്ത് വിളിക്കുക? യെസ്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് വിളിക്കുക. അപ്പൊ സാർ എഴുതാൻ പോണു quantities that can be expressed in കഴിയുന്നാണ് പറഞ്ഞത്. that can be expressed in simpler forms. അപ്പൊ quantities that can be expressed in simpler forms, that is derived quantities. എക്സാമ്പിൾ എന്താ മക്കളെ? എക്സാമ്പിൾ കുറെ പറഞ്ഞു. സ്പീഡ്, വെലോസിറ്റി, ആക്സലറേഷൻ, മോഡൽ എഴുതാം സാർ. ആക്സലറേഷൻ, ഫോഴ്സ്, വർക്ക്, എക്സെട്ര. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ? സംശയത്തിന്റെ തരി ആർക്കെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒരു കൊച്ചു കുട്ടിക്കെങ്കിലും സംശയം എവിടെയെങ്കിലും കിടക്കുന്നുണ്ടോ? അപ്പൊ സാർ അത് മറിച്ചു എഴുതിയില്ല മക്കളെ. യെസ്, ഇതാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. അപ്പൊ മെഷർ ചെയ്യാൻ കഴിവുള്ളവരൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ചെയ്യുന്നു, ഫണ്ടമെന്റലും ഡിറൈവ്ഡും. ഫണ്ടമെന്റൽ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. സിമ്പിൾ ആയ കാരണം അവരെ വീണ്ടും നമുക്ക് സിമ്പിൾ ആക്കി മാറ്റാൻ പറ്റില്ല. ഡിറൈവ്ഡ് സിമ്പിൾ അല്ല. അത് കാരണം നമുക്ക് അവർ എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? വീണ്ടും സിമ്പിൾ ആക്കി എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അവരെയാണ് നമ്മൾ ഡിറൈവ്ഡ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സാർ അടുത്തേക്ക് പോട്ടെ. യെസ്, അടുത്ത ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. വെറുതെ ജസ്റ്റ് ഫോർ ഹൊറർ നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. നിങ്ങൾക്ക് അറിയാൻ ചിലപ്പോ. അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ആണ് മക്കളെ, സ്കേലാറും വെക്ടറും. സോ ഫിസിക്കൽ ക്വാണ്ടിറ്റി വീണ്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. രണ്ടായിട്ട്, സ്കേലാറും വെക്ടറും. ഓക്കെ, സ്കേലാറും വെക്ടറും. മക്കളെ സമയത്രേടാ? പോയി, ആരും കാണാനില്ല കേട്ടോ. 5, 8, 5, 7 എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, സമയം അത്രയായി. 5, 7, 5, 8 ഒക്കെ 5, 8. മക്കളെ, ഞാൻ നിങ്ങളോട് സമയം ചോദിച്ചു. ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചിട്ടുള്ളൂട്ടാ. നിങ്ങൾ ഒരിക്കലും ഞാൻ ഫിസിക്സ് ബൈഹാർട്ട് പഠിപ്പിക്കില്ല കേട്ടാ. ഞാൻ നിങ്ങളോട് സമയം ചോദിച്ചു. നിങ്ങൾ എന്ത് പറഞ്ഞു? 5, 8 എന്ന് പറഞ്ഞു അല്ലേ? 5, 8 എന്ന് പറഞ്ഞു, 5, 7 എന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞതാണ്. അതിന്റെ കൂടെ നിങ്ങൾ ഡയറക്ഷൻ പറഞ്ഞു. 5, 7 എന്ന് പറഞ്ഞ സമയത്തിലൂടെ നിങ്ങൾ ഡയറക്ഷൻ പറഞ്ഞു. വടക്കോട്ട് 5, 7, തെക്കോട്ട് 5, 7, വെസ്റ്റിലോട്ട് 5, 7, ഈസ്റ്റിലോട്ട് 5, 7, നോർത്ത് ഈസ്റ്റ് 5, 7. അങ്ങനെ പറഞ്ഞോ? ഇല്ല, നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഓക്കെ, പോട്ടെ. നിങ്ങളുടെ ഹൈറ്റ് എത്രയാണ്? അറിയോ കുറച്ച് പേർക്ക്? വേം പറ. സാറിനോട് ഇങ്ങനെ പെട്ടെന്ന് ആൻസർ പറയണം. എനിക്ക് പെട്ടെന്ന് ആൻസർ പറഞ്ഞവരെ ഭയങ്കര ഇഷ്ടമാണ്. മക്കളെ, പ്രണവ സെന്റിമീറ്റർ പറഞ്ഞ കൂട്ടാ. യെസ്, സെന്റിമീറ്റർ പറ. 162 സെന്റിമീറ്റർ, 173 സെന്റിമീറ്റർ. പിന്നെ കഴിഞ്ഞ അവിടെ ആകെ 2-3 പേരുള്ളോ? എല്ലാവരും കുറെ എണ്ണം ഉണ്ടല്ലോ ഇവിടെ. യെസ്, 180 സെന്റി. പ്രണവ നിനക്ക് 180 ഉണ്ടാ. സോ 6 feet man കേട്ടാ. ഞാൻ വന്ന് ഞാൻ ഇങ്ങനെ മുകളിലോട്ട് നോക്കേണ്ടി വരല്ലോ. യെസ്, 164, 165. യെസ്, ഓക്കെ. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു കേട്ടാ.
വടക്കോട്ട് 165 എന്നാണോ പറഞ്ഞത്? വടക്കോട്ട് 180 എന്നാണോ പറഞ്ഞത്? നോർത്ത് ഈസ്റ്റിലേക്ക് 180 എന്ന് പറഞ്ഞോ മക്കളെ? ഇല്ല. അപ്പൊ ചില ഫിസിക്കൽ ക്വാണ്ടിറ്റി പറയുന്ന സമയത്ത് ഡയറക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം അത് പൊട്ടത്തരാണ്. ഡയറക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് മെന്റലാന്ന് പറയും നമ്മളെ ആൾക്കാർ. ശരിയല്ല. ടൈമിന്റെ കൂടെ ഡയറക്ഷൻ പറഞ്ഞ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും? ഹൈറ്റിന്റെ കൂടെ ഡയറക്ഷൻ പറഞ്ഞു കണ്ടിട്ടുണ്ടോ നമ്മൾ? ഇല്ല. മാസിന്റെ കൂടെ ഡയറക്ഷൻ പറയുന്നുണ്ടോ? നിന്റെ മാസ് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ 56 കിലോഗ്രാം അങ്ങനെയൊക്കെ പറയണ്ട. ഇല്ല. അപ്പൊ ചില ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ഡയറക്ഷൻ വേണം? വേണ്ട. നമ്പർ മാത്രം മതി. 165 എന്ന് പറഞ്ഞ നമ്പർ മതി അല്ലെ? അതേപോലെ 58 എന്ന് പറഞ്ഞ നമ്പർ മതി. 165, 170, 180 എന്നുള്ളൊക്കെ നമ്പർ മാത്രം മതി. ഡയറക്ഷൻ വേണോ? ഡയറക്ഷൻ വേണോ? അപ്പൊ ചില ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമുക്ക് ഡയറക്ഷൻ വേണ്ടാത്തവരാണ്. അവർക്ക് എന്ത് മാത്രം മതി? നമ്പർ മാത്രം മതി. ഇപ്പൊ 58 കിലോഗ്രാം, നിങ്ങളുടെ മാസ് 58 കിലോഗ്രാം, എന്റെ മാസ് 73 കിലോഗ്രാം. അപ്പൊ 73 എന്ന് പറയുമ്പോൾ ആ നമ്പർ മാത്രം മതി. അതിന്റെ കൂടെ ഡയറക്ഷൻ ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. ഡയറക്ഷൻ ചേർക്കേണ്ടാത്തവരെ, ഡയറക്ഷൻ ഇല്ലാത്തവരെ, നമ്പർ മാത്രം ഉള്ളവരെ പറയുന്ന പേരാണ് മക്കളെ സ്കേലാർ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ബൈ ഹാർട്ട് പഠിക്കണം. ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ എന്താ സ്കേലാർ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ? ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് ഹാസ് ഓൺലി മാഗ്നിറ്റ്യൂഡ്. മക്കളെ നമ്പർ മാത്രമുള്ളൂ. നമ്പറിനെയാണ് നമ്മൾ മാഗ്നിറ്റ്യൂഡ് എന്ന് വിളിക്കുക കേട്ടോ. നമ്പറിനെയാണ് മാഗ്നിറ്റ്യൂഡ് എന്ന് വിളിക്കുക. ചില വാക്കുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഫ്രഷ് ആയിരിക്കും, പേടിക്കാണെന്നില്ല കേട്ടോ. ഞാനുള്ളിടത്തോളം നിങ്ങൾ പേടിക്കേണ്ട. ഞാൻ അർത്ഥം പറയുന്നത് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമ്പർ. നോ എന്തില്ല, എന്തില്ല എഴുതണ്ട സാർ. നോ എന്തില്ല, നോ ഇവർക്ക് എന്തില്ലടാ? അയ്യോ വേഗം പറയടാ. യെസ്, ഡയറക്ഷൻ. നോ ഡയറക്ഷൻ, നോ ഡയറക്ഷൻ കേട്ടോ. കമന്റ് ചെയ്യണ സമയത്ത്, ഇനി ഞാൻ നിങ്ങളുടെ ആൻസർ പറയുന്ന കമന്റ് ചെയ്യണ സമയത്ത് ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ഡയറക്ഷൻ ഒന്ന് വാരി വലിച്ചെഴുതണ്ട. നിങ്ങൾ ഡയറക്ഷൻ ഒന്ന് വാരി വലിച്ചെഴുതേണ്ട ആവശ്യമില്ല. ഡി നിട്ട് കഴിഞ്ഞാൽ തന്നെ സാറിന് മനസ്സിലാവും നിങ്ങൾ ഡയറക്ഷൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഇനി ഞാൻ മുതൽ അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഡയറക്ഷൻ ടൈപ്പ് ചെയ്ത് വരുമ്പോഴാണ് നിങ്ങൾക്ക് സമയം എടുക്കണേ. ഡി എന്ന് പറഞ്ഞാൽ സാറിന് മനസ്സിലാവും ഡയറക്ഷൻ ഇല്ല കേട്ടോ. ഓക്കെ, അപ്പൊ അത് നീ ഫോളോ ചെയ്യാം. അപ്പൊ പെട്ടെന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് ഹാസ് ഓൺലി മാഗ്നിറ്റ്യൂഡ്, നോ ഡയറക്ഷൻ, അവരെയാണ് നമ്മൾ എന്ന് വിളിക്കുക മക്കളെ. സ്കേലാർ എന്ന് വിളിക്കാം. എക്സാമ്പിൾ ആണ് ടൈം, മാസ്, എക്സെട്ര. ഓക്കെ, എക്സാമ്പിൾ വരും. അപ്പൊ വെക്ടർ എന്തായിരിക്കും ചിന്തിച്ചു നോക്കിയപ്പോ? വെക്ടർ എന്തായിരിക്കും ചിന്തിച്ചു നോക്കി. നിങ്ങളാണ് പറയാൻ പോണേ വെക്ടർ എന്തായിരിക്കും. അപ്പൊ വെക്ടർ ക്വാണ്ടിറ്റിക്ക് എന്തുണ്ടാവും? വിത്ത് ഡയറക്ഷൻ. യെസ്, അത്രേ ഉള്ളൂ. ഡയറക്ഷൻ ഉണ്ട്, അവരാണ് വെക്ടർ. വളരെ സിമ്പിൾ ആണ് അല്ലെ? ഡയറക്ഷൻ ഉണ്ട്, അവരാണ് വെക്ടർ. അപ്പൊ സാർ എക്സാമ്പിൾ പറഞ്ഞുതരാം. എല്ലാവരും കേൾക്കട്ടാ. നിങ്ങൾ ഫിസിക്സ് മനസ്സുകൊണ്ട് പഠിക്കാൻ തീരുമാനിച്ചത് നിങ്ങൾ ജയിച്ചു എന്നർത്ഥം. +1 +2 നിങ്ങൾക്ക് യാതൊരു ടെൻഷൻ വേണ്ട. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കുന്ന സബ്ജക്ട് ഫിസിക്സ് ആയിരിക്കും. +1 +2 ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കുന്ന സബ്ജക്ട് ഫിസിക്സ് ആയിരിക്കും. അത് മനസ്സിലെടുത്ത് പഠിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. 100% ഗ്യാരണ്ടി. യെസ്, നോക്കൂ. ഇവിടെ ഒരു പേന കാണുന്നുണ്ട് അല്ലെ? ഇവിടെ ഒരു പേന കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ പേനയിലേക്ക് സാർ ഒരു ഫോഴ്സ് കൊടുക്കുന്നു. എന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയലോഗ് ആട്ടാ. സാർ അപ്ലൈങ് എ ഫോഴ്സ് ഓൺ ദിസ് പെൻ. ഈ പേനയിലേക്ക് സാർ ഫോഴ്സ് കൊടുക്കട്ടെ. സാർ ഫോഴ്സ് കൊടുക്കട്ടെ പേനയിലേക്ക്? കൊടുക്കട്ടാ. യെസ്, സാർ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് കൊടുക്കുന്നു. അപ്പൊ പേന എവിടേക്കാ പോവുക? പേന ഇങ്ങോട്ട് പോകും, ശരിയല്ലേ? സാറ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫോഴ്സ് കൊടുത്താൽ പേന ഇങ്ങോട്ട് പോകും, ശരിയാണോ? യെസ്, ശരിയാണ്. സാറ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫോഴ്സ് കൊടുത്താൽ പേന ഇങ്ങോട്ട് പോകും, ശരിയാണോ? ശരിയാണ്. സാറ് മുകളിൽ നിന്ന് താഴേക്ക് ഫോഴ്സ് കൊടുത്താൽ പേന താഴേക്ക് മൂവ് ചെയ്യും, ശരിയല്ലേ? ശരിയാണ്. സാറ് താഴ്ന്ന് മുകളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പേന അവിടേക്ക് മൂവ് ചെയ്യും, മുകളിലേക്ക് മൂവ് ചെയ്യും, ശരിയാണല്ലോ. സാറ് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പേന നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വരും. സാർ ഇവിടെ നിന്ന് ബാക്കിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പേന ബാക്കിലോട്ട് പോകും, ശരിയാണല്ലോ? ഓക്കെ. അപ്പൊ ഈ ഫോഴ്സിന്റെ ഡയറക്ഷൻ മാറിയപ്പോൾ ആ പേനയുടെ മൂവ്മെന്റ് മാറി, ശരിയാണോ സാർ പറഞ്ഞേ? സാറിന്റെ സ്റ്റേറ്റ്മെന്റുകൾ വളരെ സിമ്പിൾ ആണ്. ഫോഴ്സിന്റെ ഡയറക്ഷൻ മാറിയപ്പോൾ പേനയുടെ ഡയറക്ഷൻ മാറി, മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ മാറി അല്ലെ? യെസ്. അപ്പോ ഒരാൾ വന്ന് നിങ്ങളോട് പറയുകയാണ് ഈ പേനയിലേക്ക് 1 ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്തു.
ഒരാൾ വന്ന് നിങ്ങളോട് പറയുകയാണ് ഈ പേനയിലേക്ക് 1 ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അയാളോട് തിരിച്ചു ചോദിക്കും ചേട്ടൻ പറഞ്ഞത് കറക്റ്റാണ്, 1 ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്തു എന്ന് പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കുന്നു, പക്ഷേ ഡയറക്ഷൻ ചേട്ടൻ പറഞ്ഞില്ല. അപ്പൊ അയാൾ തിരിച്ചു ചോദിക്കും എന്തിനാണ് ഡയറക്ഷന്റെ ആവശ്യം? അയാൾ നിങ്ങളോട് ചോദിക്കണം തിരിച്ച് എന്തിനാണ് ഡയറക്ഷന്റെ ആവശ്യം എന്ന് അയാൾ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ തിരിച്ചു പറയും ഡയറക്ഷൻ അറിയാണ്ട് നമുക്ക് ഈ പേനയ്ക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ഫോഴ്സിന്റെ ഡയറക്ഷൻ മാറുമ്പോൾ ഈ പേനയുടെ മൂവ്മെന്റിന്റെ ഡയറക്ഷനും മാറുന്നുണ്ട്. ശരിയാണല്ലോ സാറ് പറഞ്ഞത്? അല്ലടാ? യെസ്. അപ്പോ ഈ പേനയിലേക്ക് 1 ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു എന്ന് ഒരാൾ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അയാളോട് തിരിച്ചു പറയണം ചേട്ടാ ഡാറ്റ ഇൻകംപ്ലീറ്റ് ആണ്, നിങ്ങൾ പറഞ്ഞത് ഇൻകംപ്ലീറ്റ് ആണ്, നിങ്ങൾ 1 ന്യൂട്ടൺ ഫോഴ്സ് എന്ന് പറഞ്ഞു, ഓക്കെ അംഗീകരിക്കാം, പക്ഷെ നിങ്ങൾ ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്തില്ല. ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യാത്തിടത്തോളം കാലം ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിലൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. പറ്റൂടാ മക്കളെ? ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നതാ പറയണല്ലോ, അതിന് ഡയറക്ഷൻ പറയാത്ത സ്ഥിതിക്ക് നമ്മൾ ആ ഫോഴ്സ് എങ്ങനെയാണ് ആ ബോഡിയിലേക്ക് ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ബോഡിയെ സ്വാധീനിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ ആലോചിച്ച് പഠിക്കുക, ബൈഹാർട്ട് പഠിക്കണ്ട. പറ്റുമോ? ഇല്ല. അപ്പൊ ഫോഴ്സിന്റെ കൂടെ നിങ്ങൾ എന്ത് പറഞ്ഞേ പറ്റൂ? നമ്മൾ ആ ചേട്ടനോട് നിർബന്ധമായും പറയും ഫോഴ്സിന്റെ കൂടെ എന്ത് പറഞ്ഞേ പറ്റൂ? യെസ്, ഡയറക്ഷൻ പറഞ്ഞേ പറ്റൂ. അപ്പൊ ഡയറക്ഷൻ ഉണ്ടെങ്കിൽ ഡയറക്ഷൻ കൂടി വേണം, വാല്യൂ വേണം കേട്ടോ. 1 ന്യൂട്ടൺ എന്നുള്ള വാല്യൂ വേണം, 1 ന്യൂട്ടൺ എന്ന് അയാൾ പറയണം. അല്ലാണ്ട് വെറുതെ ഡയറക്ഷൻ മാത്രം പറഞ്ഞിട്ടല്ലേ എത്ര ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് പറയണം. അപ്പൊ 1 ന്യൂട്ടൺ എന്ന് അയാൾ പറഞ്ഞു. അപ്പൊ ആ 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ആണ്, വാല്യൂ ആണ്, സംഖ്യയാണ് ഈ 1 ന്യൂട്ടൺ എന്ന് പറയുന്നത്. പക്ഷെ അയാൾ എന്ത് പറഞ്ഞില്ല? ഡയറക്ഷനും പറഞ്ഞില്ല. അപ്പൊ നിങ്ങൾ അയാളോട് സ്നേഹത്തോടുകൂടി തിരിച്ചു പറയണം ചേട്ടാ ഫോഴ്സ് പറയുന്ന സമയത്ത് മാഗ്നിറ്റ്യൂഡ് മാത്രം മതിയാ, ഫോഴ്സ് പറയുന്ന സമയത്ത് മതിയാ, പോരാ, എന്തുകൂടിയും വേണം, ഡയറക്ഷൻ കൂടി ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അപ്പൊ ചില ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ കംപ്ലീറ്റ് ആവണമെങ്കിൽ, ചില ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ സെൻസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവണമെങ്കിൽ മാഗ്നിറ്റ്യൂഡ് മാത്രം പോരാ, അതിന് പുറമെ എന്തുകൂടി വേണം മക്കളെ? ഡയറക്ഷൻ കൂടി വേണം. അത്തരം ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് മക്കളെ നമ്മൾ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു വിളിക്കണേ. സോ വെക്റ്റർ ക്വാണ്ടിറ്റി ഡെഫിനിഷൻ: quantities that have both magnitude and direction. മാഗ്നിറ്റ്യൂഡും വേണം, ഡയറക്ഷൻ വേണം. അത്തരം ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ എന്ത് വിളിക്കണം മക്കളെ? വെക്റ്റർ ക്വാണ്ടിറ്റികൾ എന്ന് പറഞ്ഞു വിളിക്കണേ. എക്സാമ്പിൾ ഫോഴ്സ് ആണ്. പിന്നെ കുറെ എക്സാമ്പിൾ ഉണ്ട്, നമുക്ക് വഴിയെ പരിചയപ്പെടാം. ഇപ്പൊ നമുക്ക് ഫോഴ്സ് എന്ന് പറയാം, വേണമെങ്കിൽ ആക്സിലറേഷൻ എന്നും കൂടി എഴുതി വെച്ചോളൂ. ആക്സിലറേഷൻ ഒരു എക്സാമ്പിൾ ആണ്. ക്ലിയർ ആയോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഇതിന്റെ ഉള്ളിൽ ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് എന്ന് പറഞ്ഞ സംഭവം ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. ക്ലിയർ ആയില്ലേ? യെസ്, ഓക്കെ. സാറ് മായ്ക്കട്ടെ? സാർ മായ്ക്കുന്നു. യെസ്. ഓക്കെ, ഇത് അടുത്ത് പറയാം മക്കളെ. നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കാണ് മെഷർമെന്റ്. പേടിക്കണ്ട കേട്ടോ. മെഷർമെന്റ് നമ്മൾ അടുത്ത് പറയാൻ പോവാണ്. മെഷർമെന്റ് കേട്ടോ. പറയട്ടെ അടുത്ത മെഷർമെന്റ്? നിങ്ങളൊക്കെ പറഞ്ഞാലേ ഞാൻ പറയുള്ളൂ. മെഷർമെന്റ്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് മെഷർമെന്റ്, അളക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് പറയാം കേട്ടോ. അളക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞുതരാം. യെസ്. അതിന് മുമ്പ് സാറ് ഞാൻ നിങ്ങളോട് 2-3 ക്വസ്റ്റ്യൻ ചോദിക്കും. നിങ്ങളുടെ ഹൈറ്റ് എത്രയാണ്? 1 by 1 ആയിട്ട് പറയണം. നിങ്ങളുടെ ഹൈറ്റ് എത്രയാണ്? എല്ലാവരും ചിലപ്പോൾ എഴുതാൻ സമയം ഉണ്ടായെന്ന് വരില്ല. കുറച്ച് പേര്, സാറ് ആദ്യം കാണുന്ന കുറച്ച് പേര് എഴുതാം. യെസ്, 162. ഹൈറ്റ് പറ. 164, 70, 162, 164, 170 കേട്ടോ. സാർ ഇത്രയും കണ്ടിട്ടുണ്ട്, അത്രയും സെന്റിമീറ്റർ കേട്ടോ. ബാക്കിയുള്ളവരെ കാണുന്നില്ലെങ്കിൽ സാർ വിഷമം വിചാരിക്കുന്നത് മക്കളെ, ഇതൊക്കെ മാഞ്ഞു പോകാനുണ്ടാവും കേട്ടോ. അവരുടെ അടുത്ത് എന്റെ അടുത്തില്ല എന്നൊന്നും പറഞ്ഞ വിഷമം വിചാരിക്കരുത്. യെസ്, ഓക്കെ, പോട്ടെ. നിങ്ങളുടെ വെയിറ്റ് എത്രയാണ്? എത്ര കിലോഗ്രാം? 54, 64, ഒരോടി 46. അയ്യോ, 54, 64, 46. ഇതാണ് ഈ 46 ഭക്ഷണം കഴിക്കാത്തത്.
46 എന്ന് പറയുമ്പോ കാറ്റത്തൊന്നും പറന്നിട്ടുണ്ടാ, പറന്നു പോവാത്. യെസ്, ഓക്കെ. അപ്പോ എത്ര കിലോഗ്രാം ഭക്ഷണം കഴിക്കാം? യെസ്, കിലോഗ്രാം. യെസ്. ഇനി അതുമായിട്ട് ചോദിക്കട്ടെ, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയം എത്രയാണ്? വാട്ട് ഈസ് ദ ആവറേജ് ടൈം ഡ്യൂറേഷൻ? കേട്ടോ, നിങ്ങൾ പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ എത്ര സമയം എടുക്കും? നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ എത്ര സമയം എടുക്കും? 30 മിനിറ്റ്. 30 മിനിറ്റ്, അരമണിക്കൂറാ നീ എടുക്കുന്ന സമയം. അരമണിക്കൂർ, എന്റെ ദൈവമേ. പോട്ടെ, 30 മിനിറ്റ് എന്ന് പറഞ്ഞു. പിന്നെ ആരാ പറഞ്ഞേ? 15 മിനിറ്റ്. ഓക്കെ, 15 മിനിറ്റ്, 30 മിനിറ്റ്. ഓക്കെ, യെസ്, ഓക്കെ. മക്കളെ പറയട്ടെ നമുക്ക്. അപ്പൊ ഞാൻ എല്ലാവരും കൂടെ ശ്രദ്ധിച്ചിരിക്കട്ടോ. യെസ്, നിങ്ങൾ ഇൻവോൾവ് ചെയ്യിക്കുകയാണ്. നിങ്ങളുടെ ഹൈറ്റ് പറഞ്ഞിരിക്കുന്നു 162 സെന്റിമീറ്റർ, 164 സെന്റിമീറ്റർ, 170 സെന്റിമീറ്റർ. ഓക്കെ. വെയിറ്റ് 54, 64, 46. ഭക്ഷണം കഴിക്കുന്ന സമയം 30 മിനിറ്റ്, 15 മിനിറ്റ്. യെസ്, ഇതൊക്കെ നിങ്ങൾക്ക് മെഷർ ചെയ്ത് കിട്ടുന്ന ഡാറ്റയല്ലേ? എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് മെഷർ ചെയ്ത് അളന്ന് കിട്ടുന്ന ഡാറ്റയല്ലടാ. അതിലാർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലല്ലോ. അളന്ന് കിട്ടുന്ന ഡാറ്റയാണ് ഇതൊക്കെ. ഈ 122, 164 എന്നൊക്കെ പറയുന്നത്, ഈ ഇതെന്നൊക്കെ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് അളന്ന് കിട്ടുന്നതാണ്. ഇനി എന്താണ് ഈ അളക്കുന്ന പ്രോസസ്സ് എന്നാണ് സാറ് പറയാൻ പോണത്. എന്താണ് ഈ അളക്കുന്ന പ്രോസസ്സ് എന്നാണ് സാറ് പറയാൻ പോണത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. സാറ് പറഞ്ഞത് യെസ്. ഞാൻ ആദ്യം ഹൈറ്റിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കുട്ടിയുടെ ഹൈറ്റ് 162 സെന്റിമീറ്റർ. നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. 162 സെന്റിമീറ്റർ ആണ്. വേറൊരു കുട്ടിയുടെ ഹൈറ്റ് 164 സെന്റിമീറ്റർ ആണ്. മറ്റൊരു കുട്ടിയുടെ ഹൈറ്റ് 170 സെന്റിമീറ്റർ ആണ്. ക്ലിയർ ആണല്ലോ? യെസ്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് മക്കളെ, 162 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ്? നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഒരു കുട്ടിയുടെ ഹൈറ്റ്, നമ്മുടെ ഈ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഹൈറ്റ് 162 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? സാറോട് പറ, നിങ്ങൾക്ക് എന്താ മനസ്സിലായത് 162 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ? അതൊന്നും ചോദിക്കരുത് സാർ, അങ്ങനെയൊന്നും ചോദിക്കരുത് സാർ, അല്ലേ? ആർക്കെങ്കിലും പറയണ്ട, പറയാല്ലെങ്കിൽ ഇല്ല എന്ന് പറയാ. സാറ് പറഞ്ഞോളാം. മീഡിയം ഹൈറ്റ് ഇടിച്ചാലവരെ മീഡിയം ഹൈറ്റിലടാ. ഓക്കെ, ഇല്ല, നമുക്ക് ആർക്കൊന്നും പറയാനില്ല. ഇല്ലല്ലോ, മീഡിയം ഹൈറ്റിലുള്ള കൂട്ടാ. മാറ്റി വയ്ക്കി. 162 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയണ്ട? ഇല്ലല്ലോ. പറയാനില്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ സാറ് പറയും. ഇല്ല, ഓക്കെ, നമുക്ക് ആർക്കും പറയാനില്ല. അപ്പൊ സാറ് പറയാം. 162 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇത്രയും പറയുന്നത് ശ്രദ്ധിച്ചിട്ടുള്ളതാ. 162 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ 1 സെന്റിമീറ്ററിന്റെ 162 ഇരട്ടിയാണോ? എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാ. ഇത് അറിയാത്തവരുണ്ടെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ് പഠിപ്പിക്കാൻ. അല്ലാന്നാ 162 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ, ഗായത്രിയെ 162 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ 1 സെന്റിമീറ്ററിന്റെ 162 ഇരട്ടിയാണോ? എന്റെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്, അറിഞ്ഞിരിക്കണം. 162 സെന്റി. നിങ്ങൾക്ക് എല്ലാവർക്കും യെസ് എന്നല്ലേ ആൻസർ, അല്ലെ? നിങ്ങൾ പറഞ്ഞല്ലേ 162 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ 1 സെന്റിമീറ്ററിന്റെ 162 ഇരട്ടിയാണ്. ഇസ് ദാറ്റ് റൈറ്റ് ഓർ നോട്ട്? റൈറ്റ് ആണോ തെറ്റാണോ? ശരിയാണ്. ഇനി 164 സെന്റിമീറ്ററിന് എങ്ങനെ എഴുതാം? നമുക്ക് 1 സെന്റിമീറ്ററിന്റെ എത്ര ഇരട്ടി എന്ന് എഴുതാം? 164 സെന്റിമീറ്ററിന് 1 സെന്റിമീറ്ററിന്റെ എത്ര ഇരട്ടിയാണ് 164 സെന്റിമീറ്റർ? 164. യെസ്. 170 സെന്റിമീറ്റർ എത്ര ഇരട്ടിയാവും? സ്വാഭാവികമായിട്ടും 170 സെന്റിമീറ്റർ സ്വാഭാവികമായിട്ടും 170 ഇരട്ടിയാവും. ആയിക്കോട്ടെ, അത് പോട്ടെ. 54 കിലോഗ്രാം എന്ന് പറയുന്നത് ആരുടെ 54 ഇരട്ടിയാണ്? പറ, ആരുടെ 54 ഇരട്ടിയാണ് ഈ 54 കിലോഗ്രാം? 1 കിലോഗ്രാമിന്റെ 54 ഇരട്ടിയാണ്. കേട്ടാ, സിമ്പിൾ ആണ്. യെസ്. 64 കിലോഗ്രാം എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം മക്കളെ? 1 കിലോഗ്രാമിന്റെ 64 ഇരട്ടി. 46 കിലോഗ്രാം എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം മക്കളെ? 1 കിലോഗ്രാമിന്റെ 46 ഇരട്ടി. ക്ലിയർ ആണല്ലോ? യെസ്. 30 മിനിറ്റ് എന്ന് പറയുമ്പോൾ ആരുടെ എത്ര ഇരട്ടിയാണ്? 30 മിനിറ്റ് എന്ന് പറയുമ്പോൾ ആരുടെ എത്ര ഇരട്ടിയാണ്? 1 മിനിറ്റിന്റെ 30 ഇരട്ടിയാണ്. ഇതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? എനിബഡി? ആർക്കെങ്കിലും ചെറിയ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതില്? ഇല്ല, ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ. അപ്പൊ അതെ, നോക്കൂ, 162 സെന്റിമീറ്റർ എന്ന് പറഞ്ഞ ഒരു കുട്ടി
കേട്ടോ. ഇനി നമ്മൾ എന്താണ് അതിന്റെ ഇതെന്ന് പറഞ്ഞുതരാൻ പോകട്ടോ. ഇതാ ഒരു കുട്ടിയുടെ ഹൈറ്റ് 162 സെന്റിമീറ്റർ ആണ് കേട്ടോ. എങ്ങനെയാണ് നമ്മളത് പറയുന്നത്? ഞാൻ അതിനെ മറ്റൊരു രീതിയിൽ പറയാൻ പോകണം. ശ്രദ്ധിച്ചു കേട്ടോ മക്കളെ. ഒരു കുട്ടിയുടെ ഹൈറ്റ് 162 സെന്റിമീറ്റർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനെ ഫിസിക്സ് എങ്ങനെയാണ് കാണുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. യെസ് മക്കളെ, 1 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഈ ചെറിയ ഡിസ്റ്റൻസ് ആണെന്ന് വിചാരിക്കാം. 1 സെന്റിമീറ്റർ കാണുന്നുണ്ടല്ലോ. അതെ, 1 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഈ ചെറിയ ഡിസ്റ്റൻസ് ആണ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ? പറയടാ. 1 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഈ ചെറിയ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, എന്റെ ഇപ്പുറത്തെ സൈഡിൽ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുണ്ടെന്ന് വിചാരിക്കാം. 162 സെന്റിമീറ്റർ ഉള്ള ആ ഹൈറ്റുള്ള കുട്ടി ഇവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിൽക്കുന്നുണ്ട്, സൈഡിൽ നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കണം. അസ്യൂം ദാറ്റ് ആ കുട്ടി ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ 1 സെന്റിമീറ്റർ എടുത്തു. ഞാൻ ആദ്യം എന്റെ കണ്ണിലേക്ക് നോക്കിയത് 1 സെന്റിമീറ്ററാണ്. ഞാൻ ആദ്യം നോക്കിയത് 1 സെന്റിമീറ്ററാണ്. 1 സെന്റിമീറ്റർ ഇങ്ങനെ നോക്കി. ഓക്കെ നോക്കി. എന്നിട്ട് ഞാൻ ഈ കുട്ടിയുടെ ഹൈറ്റ് നോക്കി. ഏതായിരിക്കും കൂടുതൽ വരിക? പറ. 1 സെന്റിമീറ്റർ ആണോ ഈ കുട്ടിയുടെ ഹൈറ്റ് ആണോ കൂടുതൽ വരിക? യെസ്, ആ കുട്ടിയുടെ ഹൈറ്റ് ആണ് കൂടുതൽ വരിക അല്ലേ? യെസ്, കുട്ടിയുടെ ഹൈറ്റ് ആണ് എന്ത് വരിക? കൂടുതൽ വരിക. യെസ്. അപ്പോ നോക്കൂട്ടാ മക്കളെ, എന്റെ കയ്യിൽ 1 സെന്റിമീറ്റർ ഉണ്ട്. സാറ് പറഞ്ഞ ശ്രദ്ധിച്ചിട്ടുള്ളൂ. എന്റെ കയ്യിൽ 1 സെന്റിമീറ്റർ ഉണ്ട്. ഈ സെന്റിമീറ്ററിന്റെ ഒരു ലെങ്ത് ഞാൻ നോക്കി. എന്നിട്ട് ഞാൻ ആ കുട്ടിയുടെ ഹൈറ്റ് നോക്കി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിനേക്കാൾ വലുതാണ് ആ കുട്ടിയുടെ ഹൈറ്റ് അല്ലെ? ഇതിനേക്കാൾ വലുതാണ് ആ കുട്ടിയുടെ ഹൈറ്റ്. അപ്പൊ ഞാൻ കമ്പയർ ചെയ്യാൻ തുടങ്ങി. കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ താരതമ്യപ്പെടുത്തുക. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോഴാണ് എനിക്ക് മറ്റൊരു കാര്യം മനസ്സിലായത്. കമ്പയർ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ 1 സെന്റിമീറ്റർ എന്നുള്ള ഹൈറ്റിനേക്കാൾ വളരെ വലുതാണ് ഈ കുട്ടി. കമ്പയർ ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലാവണേ. അല്ലാതെ ഇത് 1 സെന്റിമീറ്റർ. കുട്ടി നോക്കി നന്നായി എന്ന് പറഞ്ഞ് നോക്കിയിരിക്കല്ല ചെയ്യണേ. ഞാൻ ഇവിടെ 1 സെന്റിമീറ്റർ എടുത്തിട്ട് ആ കുട്ടിയുടെ ഹൈറ്റ് നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഇത് ചെറുതാണ്, ഇത് കുറച്ച് വലുതാണ്. അപ്പൊ ഞങ്ങൾ ഇവർ തമ്മിൽ തുടങ്ങി ഒന്ന് കമ്പാരിസൺ ആരംഭിച്ചു. കമ്പാരിസൺ. ഐ റിപ്പീറ്റ് ദ വേർഡ് കമ്പാരിസൺ. അപ്പൊ നമ്മൾ കമ്പാരിസൺ ആരംഭിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കുട്ടി ഇതിനേക്കാൾ കുറച്ചുകൂടി വലുതാണ്. അങ്ങനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിന്റെ 162 ഇരട്ടിയാണ് ആ കുട്ടി. ശരിയാണോ സാർ പറഞ്ഞത്? ഈ ലെങ്ത്തിന്റെ 162 ഇരട്ടിയാണ് ആ കുട്ടി. അപ്പൊ ഞാൻ ആ കുട്ടിക്ക് എത്ര ഹൈറ്റ് എഴുതി? 162 സെന്റിമീറ്റർ എഴുതി. അപ്പൊ ഞാൻ ആ കുട്ടിയുടെ ഹൈറ്റ് എത്ര എഴുതി മക്കളെ? 162 സെന്റിമീറ്റർ എഴുതി. ക്ലിയർ ആയോ? യെസ്. ഓക്കെ, അപ്പൊ സാറ് വീണ്ടും പറയുന്നു 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞ ഈ ചെറിയ ലെങ്ത് നോക്കി. എന്നിട്ട് ഞാൻ ആ കുട്ടിയുടെ ഹൈറ്റ് നോക്കി. അപ്പൊ കുട്ടിയുടെ ഹൈറ്റ് കുറച്ച് കൂടുതലാണ്. അപ്പൊ ഞാൻ കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ലെങ്ത്തിന്റെ 162 ഇരട്ടി ലെങ്ത് അവിടെ കാണുന്നത്. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് എന്ത് എഴുതി മക്കളെ? 162 സെന്റിമീറ്റർ നമ്മൾ എഴുതി. ആ കുട്ടിയുടെ ഹൈറ്റ് എഴുതി. അടുത്ത കുട്ടി വന്നു നിന്നു. അടുത്ത കുട്ടി ഇവിടെ വന്നു നിന്നു. ഞാൻ 1 സെന്റിമീറ്റർ നോക്കി. ആ കുട്ടിയുടെ ഹൈറ്റിലേക്ക് നോക്കി. അപ്പൊ എനിക്ക് മനസ്സിലായി ആ കുട്ടിയുടെ ഹൈറ്റ് ആണ് കൂടുതൽ. കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി എത്ര ടൈംസ് കൂടുതൽ? അടുത്ത കുട്ടിയുടെ രണ്ടാമത്തെ കുട്ടി എത്ര ടൈംസ് കൂടുതൽ? പോയി. രണ്ടാമത്തെ കുട്ടി എത്ര ഇരട്ടിയടാ? അയ്യോ, കാണുന്നുണ്ടല്ലോ. യെസ്, 164 ഇരട്ടി. ഇനി ഞാൻ മൂന്നാമതൊരു കുട്ടിനെ കൊണ്ട് നിർത്തി. മൂന്നാമതൊരു കുട്ടി എത്ര സെന്റിമീറ്ററാ? 170. അപ്പൊ 1 സെന്റിമീറ്റർ ഞാൻ നോക്കി. എന്നിട്ട് ഞാൻ ഈ കുട്ടിയുടെ ഹൈറ്റിലേക്ക് നോക്കി. ഒന്ന് കമ്പയർ ചെയ്തു. ആ രണ്ടുപേരും ഒന്ന് കമ്പയർ ചെയ്തപ്പോൾ താരതമ്യപ്പെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനേക്കാൾ എത്ര ഇരട്ടിയവൻ? യെസ്, 170 ടൈംസ് ആണെന്ന് മനസ്സിലായി. ക്ലിയർ ആയോ സാർ പറഞ്ഞത്? യെസ്. ഇനി അടുത്തിലേക്ക് നോക്കാം. ഒരു കുട്ടിയുടെ വെയിറ്റ് 54 കിലോഗ്രാമാണ്. ഞാൻ എൻ്റെ ഇടത് കയ്യിൽ 54 കിലോഗ്രാം എടുത്തു. സോറി, എൻ്റെ കയ്യിൽ ഞാൻ 1 കിലോഗ്രാം എടുത്തു. സോറിട്ടാ മക്കളെ, 1 കിലോഗ്രാം. ഓക്കെ, 1 കിലോഗ്രാം എടുത്തു. എന്നിട്ട് ഞാൻ ആ കുട്ടീനെ നോക്കുകയാണ്. അപ്പൊ ഇത് 1 കിലോഗ്രാം ആണ്. ആ കുട്ടീനെ നോക്കുമ്പോൾ ഇതിനേക്കാൾ വലുതാണ് ആ കുട്ടി. ശരിയല്ലേ? 1 കിലോഗ്രാമിനേക്കാൾ വലുതാണ് കുട്ടി. എത്ര ഇരട്ടി വലുതാണ് മക്കളെ? എത്ര ഇരട്ടി വലുതാണ്? 54 ഇരട്ടി. അപ്പൊ ഞാൻ ആ കുട്ടിയുടെ വെയിറ്റ് എത്ര എഴുതി മക്കളെ? 54 കിലോഗ്രാം എഴുതി. കുഴപ്പമുണ്ടോ? ഇല്ല. യെസ്. അടുത്ത കുട്ടി 64 കിലോഗ്രാം. ഞാൻ 1 കിലോഗ്രാം എന്റെ കയ്യിലെടുത്ത് നോക്കി. 1 കിലോഗ്രാം ഇതാണ്. യെസ്. മറ്റു കുട്ടി നോക്കുമ്പോൾ കുറച്ചുകൂടി ബൾക്കിയാണ്, കുറച്ചുകൂടി വലുതാണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഹൈറ്റ് ഇത് നോക്കുമ്പോൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതേപോലെ എത്ര എണ്ണം വേണം? 1 കിലോഗ്രാമിനെ പോലെ എത്ര എണ്ണം വേണം? 64 വേണം. ഈക്വൽ ആയി വരണമെങ്കിൽ. ഈസ് ഇറ്റ് ക്ലിയർ? അപ്പൊ നമ്മൾ ആ കുട്ടിയുടെ വെയിറ്റ് മെഷർ ചെയ്ത് 64 കിലോഗ്രാം. ക്ലിയർ ആണല്ലോ മക്കളെ?
ക്ലിയർ ആണല്ലോ മക്കളെ? യെസ്, ഓക്കെ. ഇനി അടുത്തത്, ഒരു കുട്ടി ഭക്ഷണം കഴിക്കാൻ 30 മിനിറ്റ് എടുത്തു. ഒരു കുട്ടി ഭക്ഷണം കഴിക്കാൻ 30 മിനിറ്റ് എടുത്തു. ഞാൻ 1 മിനിറ്റ് സമയം എനിക്കറിയാം. 1 മിനിറ്റ് സമയം എനിക്കറിയാം. ഈ 1 മിനിറ്റ് ഞാൻ നോക്കി, ഇവള് ഭക്ഷണം കഴിക്കാൻ കിടക്കുന്ന സമയം നോക്കി, ഈ കുട്ടി ഭക്ഷണം കഴിക്കാൻ കിടക്കുന്ന സമയം നോക്കി. അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ 1 മിനിറ്റിനേക്കാൾ കൂടുതൽ സമയം കൊണ്ടാണ് ഭക്ഷണം കഴിച്ചു കഴിയണം. എത്ര ഇരട്ടി സമയം കൊണ്ടാണ് ഭക്ഷണം കഴിച്ചു കഴിയണേ? 1 മിനിറ്റിന്റെ എത്ര ഇരട്ടി സമയം കൊണ്ടാ? എത്ര ഇരട്ടിയാണെന്ന് ചോദിക്കണേ? 30 ഇരട്ടി സമയം കൊണ്ടാ. 15. ഞാൻ ആദ്യത്തെ കേസാ പറഞ്ഞ ഗായത്രി അല്ലല്ലോ, നിരഞ്ജനയായിരിക്കും. യെസ്, ഓക്കെ. അപ്പൊ 30 ഇരട്ടി സമയം. ക്ലിയർ അല്ലേ? 30 ഇരട്ടി സമയം കൊണ്ടാണ്. രണ്ടാമത്തെ കുട്ടി കഴിക്കണ എത്ര ഇരട്ടി സമയം കൊണ്ടാ മക്കളെ? 15. എങ്ങനെയാ മനസ്സിലായേ? നമ്മളൊരു പറ, എങ്ങനെയാ മനസ്സിലായേ? നമ്മൾ 1 മിനിറ്റ് നോക്കി, ആ 1 മിനിറ്റിനെ എന്ത് ചെയ്തു പറയണോ മക്കളെ? 1 മിനിറ്റിനെ ഈ ഭക്ഷണം കഴിക്കുന്ന കുട്ടിയുടെ സമയമായിട്ട് യെസ് കമ്പയർ ചെയ്തു. വെരി ഗുഡ്. ആൻഡി കമ്പയർ ചെയ്തു. രണ്ടാമത്തെ ആൾ പറഞ്ഞു ശിവാനി കമ്പയർ ചെയ്തു. യെസ്, സാറ് ഈ 3 എക്സാമ്പിളിലും യൂസ് ചെയ്യുന്ന കോമൺ വേർഡ് കമ്പയർ ചെയ്തു. നിങ്ങളത് പിടിച്ചെടുത്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ വളരെയധികം ഹാപ്പിയാണ്. കമ്പയർ ചെയ്യുക എന്നുള്ള വാക്കാണ് സാർ എല്ലാത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആണോ? കമ്പയർ ചെയ്യുക എന്നുള്ള വാക്കാണ് സാർ എല്ലാത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യെസ്. സോ ഒരു മെഷർമെന്റ് എന്ന് പറയുമ്പോൾ എന്താ? അളക്കുക എന്ന് പറയുമ്പോൾ ശരിക്കും എന്താ? നിങ്ങൾക്ക് ഇപ്പൊ പറയാൻ പറ്റും. അളക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ് ഫിസിക്സിൽ? അളക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ് ശരിക്കും? കമ്പയർ ചെയ്യലാണോ? ഞാൻ ചോദിക്കാണ്, തിരിച്ചങ്ങോട്ട് ചോദിക്കാണ്. കമ്പയർ ചെയ്യലാണോ? അളക്കുക എന്ന് പറഞ്ഞ പ്രോസസ്സ്, മെഷറിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് കമ്പയർ ചെയ്യലല്ലേ? ചോദിക്കാണ് സാറ്. ആണെങ്കിൽ ആണെന്ന് പറയണം. യെസ്, കമ്പയർ ചെയ്യലല്ലേ? കമ്പയർ ചെയ്യലാണ്. യെസ്, കമ്പയർ ചെയ്യലാണ് ഈ മെഷർമെന്റ് എന്ന് പറഞ്ഞ പ്രോസസ്സ്. യെസ്, ഇവിടെ നമ്മൾ ഹൈറ്റ് എടുത്ത് മെഷർ ചെയ്തപ്പോൾ കമ്പയർ ചെയ്യാൻ യൂസ് ചെയ്തത് ആരെയായിരുന്നു? ആലോചിച്ച് പറയണം. സാർ ആലോചിച്ച് പറയണം. ഹൈറ്റ് മെഷർ ചെയ്യാൻ പോയപ്പോൾ കമ്പയർ ചെയ്തത് ആരെയാണ്? കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത് 1 സെന്റിമീറ്റർ. വെരി ഗുഡ്. 1 സെന്റിമീറ്ററിനെയാണ് സാർ യൂസ് ചെയ്തത് കമ്പയർ ചെയ്യാൻ. ശരിയല്ല മക്കളെ? ഹൈറ്റ് എടുത്തപ്പോൾ കമ്പയർ ചെയ്യാൻ സാർ യൂസ് ചെയ്തത് 1 സെന്റിമീറ്റർ ആണ്. ഓക്കെ. യെസ്. മാസ് മെഷർ ചെയ്തപ്പോ കമ്പയർ ചെയ്യാൻ യൂസ് ചെയ്ത ആരെയാ? 1 കിലോഗ്രാം. യെസ്, ഗുഡ്. ടൈം മെഷർ ചെയ്തപ്പോ കമ്പയർ ചെയ്ത ആരെയാ മക്കളെ? കമ്പയർ ചെയ്യാൻ വേണ്ടി സാർ യൂസ് ചെയ്ത ആരെയാ? മിനിറ്റിനെയാണ്. ക്ലിയർ ആണല്ലോ? ഈ സെന്റിമീറ്ററും കിലോഗ്രാമും മിനിറ്റിനൊക്കെ വല്ല പ്രത്യേകതയുണ്ടോ? ഇവിടെ 1 സെന്റിമീറ്റർ, ഇതൊരു കിലോഗ്രാം, ഇതൊരു മിനിറ്റ്. ഇവർക്ക് വല്ലതും പ്രത്യേകതയുണ്ടോ മക്കളെ? ഈ കമ്പയർ ചെയ്യാൻ സാർ എടുത്ത ആൾക്കാർക്ക് വല്ല പ്രത്യേകതയുണ്ടോ? കമ്പയർ ചെയ്യാൻ വേണ്ടി സാർ എടുത്ത ആൾക്കാർക്ക് വല്ല പ്രത്യേകതയുണ്ടോ? ഒന്നും നല്ലടാ പറയണ്ട. യെസ്, വൈഷ്ണവിയാണ് പറഞ്ഞത്. ഒന്നും നല്ല പറയണ്ടേ? അത് യൂണിറ്റുകളാണ്. ശരിയാണ് മക്കളെ? 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞ യൂണിറ്റ് ആണ്. ആണോ? ആണെങ്കിൽ ആണെന്ന് പറയാം, അല്ലെങ്കിൽ അല്ലാന്ന് പറയാം. യൂണിറ്റ് ആണ്. കിലോഗ്രാം ഒരു യൂണിറ്റ് ആണ്. മിനിറ്റ് ഒരു യൂണിറ്റ് ആണ്. യെസ്. അപ്പൊ നമ്മൾ ആരെ വെച്ചാ കമ്പയർ ചെയ്യണേ? ആരെ വെച്ചാണ് കമ്പയർ ചെയ്യുന്നത്? യൂസ് യുവർ ബ്രെയിൻ. യെസ്, യൂണിറ്റുകളെ വെച്ചാണ് കമ്പയർ ചെയ്യുന്നത്. സോ മെഷർമെന്റ് എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? മെഷർമെന്റ് എന്ന് പറയുന്നത് എന്താണ്? പറയണം മക്കളെ. മെഷർമെന്റ് ഈസ് മെഷർമെന്റ് എന്താ? ഇറ്റ് ഈസ് എ കമ്പാരിസൺ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. അവിടെ നിങ്ങൾ എഴുതിയാലേ തെറ്റുണ്ട്. കമ്പാരിസൺ ഓഫ് യൂണിറ്റ് അല്ല, കമ്പാരിസൺ ഓഫ് ഫിസിക്കൽ. ആരെ കമ്പയർ ചെയ്തേ? കുട്ടിയുടെ ഹൈറ്റ്, കുട്ടിയുടെ വെയിറ്റ്, കുട്ടി ഭക്ഷണം കഴിക്കണ സമയം, അതുമായിട്ട് കമ്പയർ ചെയ്യണം അല്ലേ? സോ കമ്പാരിസൺ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ കമ്പാരിസൺ ആണ്. ആരെ വെച്ച് കമ്പയർ ചെയ്യുന്നു? അതാണ് ഞാൻ പറഞ്ഞത്. ആരെ വെച്ച് കമ്പയർ ചെയ്യുന്നു? യെസ് പറ. യൂണിറ്റ് വെച്ച് കമ്പയർ ചെയ്യുന്നു. ആരെ കമ്പയർ ചെയ്യുന്നു? ആരെ കമ്പയർ ചെയ്യുന്നു? ആരെയാണ് കമ്പയർ ചെയ്യണേ? ആരെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്? മക്കളുടെ ആരുടെ കമ്പയർ ചെയ്യണേ? ഹൈറ്റ്, വെയിറ്റ്, ടൈം, ഇതൊക്കെ ആരാ? ഹൈറ്റ്, വെയിറ്റ്, ടൈം ഒക്കെ ആരാ? അവസാനം വരെ എത്തിയിട്ട് കാലട്ട് ഉടക്കിയാട്ടാ. മക്കളെ, ആരെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്? ഫിസിക്കൽ ക്വാണ്ടിറ്റീനെയാണ് കമ്പയർ ചെയ്യുന്നത്.
ഫിസിക്കൽ ക്വാണ്ടിറ്റിനെയാണ് കമ്പയർ ചെയ്യുന്നത്. ഇപ്പൊ ഹൈറ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണോ? നിങ്ങളുടെ ഹൈറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണോ? ആണോ? യെസ്. നിങ്ങളുടെ വെയിറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണോ? യെസ്. നിങ്ങളുടെ ഹൈറ്റിനല്ലടാ ഞാൻ കമ്പയർ ചെയ്ത്. ആരെ വെച്ച കമ്പയർ ചെയ്തേ? നിങ്ങളുടെ ഹൈറ്റിന് ഞാൻ ആരെ വെച്ച കമ്പയർ ചെയ്തേ? പറയടാ മക്കളെ. നിങ്ങളുടെ ഹൈറ്റിനെ ഞാൻ വിക്ടറെ ഹൈറ്റിനെ നമ്മൾ ആരെ വെച്ച കമ്പയർ ചെയ്തേ? ഹൈറ്റിനെയാണ് ഞാൻ ചോദിക്കണേ. സെന്റിമീറ്ററിനെ വെച്ച് കമ്പയർ ചെയ്തു അല്ലെ? നിങ്ങളുടെ വെയിറ്റിനെ ഞാൻ ആരെ വെച്ച് കമ്പയർ ചെയ്തു മക്കളെ? നിങ്ങളുടെ വെയിറ്റിനെ കിലോഗ്രാം വെച്ച് കമ്പയർ ചെയ്തു. സോ വാട്ട് ഈസ് മെഷർമെന്റ്? നിങ്ങൾക്ക് മെഷർമെന്റ് എന്താണെന്ന് പറയാൻ പറ്റും. സോ വാട്ട് ഈസ് മെഷർമെന്റ്? പറ. മെഷർമെന്റ് ഈസ് ദ സാർ എഴുതുന്നു. മെഷർമെന്റ് ഈസ് ദ കമ്പാരിസൺ അല്ലെ? കമ്പാരിസൺ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. Measurement is a comparison of a physical quantity with a unit. ശരിയാണോ ഇത് വെച്ചത് സാർ? മെഷർമെന്റ് ഈസ് എ കമ്പാരിസൺ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി വിത്ത് യൂണിറ്റ്. ശരിയാണോ? ശരിയാണോടാ? യെസ്. മെഷർമെന്റ് ഈസ് എ കമ്പാരിസൺ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിത്ത് യൂണിറ്റ്സ്. ഓക്കെ, ക്ലിയർ ആയോ? തെറ്റിക്കോ? ആർക്കെങ്കിലും സംശയം ഉണ്ടോ മക്കളെ? എനിബഡി? ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. സോ എന്താണ് മെഷർമെന്റ്? നമ്മൾ ആരെയാണ് മെഷർ ചെയ്യാൻ പോകുന്നത് അവനെ നമ്മളൊരു യൂണിറ്റ് വെച്ച്, ആരെയാണോ നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത്, ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിനെയാണോ നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത് അവനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണോ നമ്മൾ മെഷർ ചെയ്യാൻ പോണേ അവനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യുന്നു. ആരെ വെച്ച് കമ്പയർ ചെയ്യുന്നു? അതുകൂടി പറഞ്ഞു. ആരെ വെച്ച് കമ്പയർ ചെയ്യുന്നു? ആരെ വെച്ച് കമ്പയർ ചെയ്യുന്നു? യെസ്, യൂണിറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുന്നു. യൂണിറ്റിനെ വെച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ കമ്പയർ ചെയ്യുന്നു. മക്കളെ തെറ്റിക്കരുത്. ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ കമ്പയർ ചെയ്യുന്നു ബൈ യൂസിങ് യൂണിറ്റ്സ്. ഓക്കെ, ക്ലിയർ ആയോ? യെസ്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ മക്കളെ? ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഇന്ന് എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടോ? ഇന്ന് എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? യെസ്. അപ്പൊ ഇന്ന് എടുത്തതിൽ ഡൗട്ടുകളൊന്നുമില്ല. ഓക്കെ, യെസ്. അപ്പോൾ ഇത് വൃത്തിയായിട്ട് എഴുതി വെക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. പതുക്കെ നമ്മൾ പോകുന്നുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായിട്ട് തന്നെ പോകുന്നുള്ളൂ കേട്ടോ. ധൃതി പിടിച്ചിട്ടൊന്നും ഓടുന്നില്ല. പതുക്കെ നമുക്ക് അങ്ങനെ ഓരോ ഭാഗം എടുത്തിട്ട് പോവാം. ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ട് ക്ലാസ്സിനെ കുറിച്ചോ ഇതിനെ കുറിച്ചോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ഇല്ലല്ലോ? യെസ്. അപ്പൊ മെഷർമെന്റ് എന്താ പറഞ്ഞേ? മെഷർമെന്റ് എന്താ? മെഷർമെന്റ് കമ്പാരിസൺ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിത്ത് യൂണിറ്റ്. ക്ലിയർ അല്ലേ? ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് അടുത്ത ഫിസിക്സ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ. ഓക്കെ, യെസ്.